ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ചില സന്ദർഭങ്ങളിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അല്ലേ? അങ്ങനെ ഒരു വഴക്കുണ്ടായി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അവളെ വേദനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പിന്നീട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് പഴയ രൂപത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുക? അവൾക്ക് വേദനിച്ചു എന്നുള്ളത് മാത്രമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് അവൾ പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയി. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു പിണക്കം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വളരെ നല്ല ഒരാളായിട്ട് പിന്നീട് പെട്ടെന്ന് അങ്ങോട്ട് പെരുമാറുക. എല്ലാ കാര്യങ്ങളും വളരെ സൗമ്യമായിട്ട് ചെയ്യുന്നു, നന്നായിട്ട് കുറച്ച് കൂടുതൽ കെയർ ചെയ്യുന്നു, കുറച്ച് കൂടുതൽ സ്നേഹിക്കുന്നു. പക്ഷേ ആ ഒരു സംഭവം നമുക്ക് എല്ലായ്പ്പോഴും നിലനിർത്താൻ കഴിഞ്ഞോളണമെന്നില്ല. നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ, അതിൽ നിന്ന് പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു ചാടിയിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കും അത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുക അത് പെട്ടെന്ന് റെഡിയാകുമെന്ന്. പക്ഷെ സത്യത്തിൽ അങ്ങനെ റെഡിയാകത്തില്ല. നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ നഷ്ടപ്പെടുകയാണ് സത്യത്തിൽ അങ്ങനെ ചെയ്താലുണ്ടാവുക. നേരെ മറിച്ച് നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി, ആ മിസ്റ്റേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു, എന്നിട്ട് അത് മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. അല്ലാതെ ഓവറായിട്ട് സ്നേഹിക്കേണ്ട, കെയർ ചെയ്യേണ്ട, അങ്ങനെ പോകണ്ട. അപ്പം നിങ്ങൾക്കൊരു വ്യക്തിത്വമില്ലാത്ത ഒരാളായിട്ടൊക്കെയാണ് കാണുക. സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള ആ ഒരു മതിപ്പും അട്രാക്ഷനൊക്കെ കുറയാനാണ് ചാൻസ് കൂടുതൽ, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ മിസ്റ്റേക്ക് മനസ്സിലാക്കി എന്ന് സ്വയം തിരിച്ചറിയുകയും അത് മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത് ആരും തന്നെ പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റാം. ഓരോ വ്യക്തികൾക്കും ഓരോ സാഹചര്യങ്ങളിൽ ഓരോ ഇമോഷൻസും തോട്ട്സൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ പല രീതിയിൽ റിയാക്ട് ചെയ്ത് പോകും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. സോ നിങ്ങൾ ആ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ലോകത്ത് പല ആളുകൾക്കും തെറ്റുകൾ സംഭവിക്കാം, എനിക്കും സംഭവിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് വന്ന് നിങ്ങളൊരു സോറി പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ആ സോറി പറയുന്നത്, നമ്മൾ വിളിച്ചാൽ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ പറയാം, മെസ്സേജിലൂടെ പറയാം, വോയിസ് നോട്ടാക്കിയിട്ട് പറയാം, നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പറയാം. അപ്പോൾ ഇതിലേതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പല ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നേരിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പറയാം, ഇനി അതല്ല വിളിച്ചു പറയാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും ഇല്ല. നേരിട്ട് കാണാനും പറ്റുന്നില്ല, ഫോണൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, വിളിച്ചാലാണെങ്കിൽ കിട്ടൂല്ല. അത്തരം ഒരു സാഹചര്യമാണെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ, ഇനി വാട്സപ്പൊക്കെ ബ്ലോക്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വോയിസ് നോട്ടിലൂടെയോ ഒക്കെ നിങ്ങൾ തെറ്റ് മനസ്സിലാക്കി എന്നുള്ളതും, അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ഷമ ചോദിക്കുന്നതായിട്ട്, ഐ എം റിയലി സോറി, ഇനി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കാം, ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുവഴി അവിടെ ഒരു ചെറിയ ബോണ്ടിങ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരാൾ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് അതിനൊരു സോറി പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വീണ്ടും സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല. നേരെ മറിച്ച് നമ്മളത് സമ്മതിക്കാത്ത കാലത്തോളം, അല്ലെങ്കിൽ അത്രയും ദിവസം അവർക്ക് നമ്മളോട് വെറുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ? തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സോറി പറയുക, ആ നിമിഷം അവിടെ തണുക്കാൻ തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫ്യൂ ഡേയ്സ് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുക. മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അഥവാ ഓവർ കെയർ ചെയ്തുകൊണ്ടല്ല, നോർമലി നല്ല രീതിയിൽ കെയർ ചെയ്ത് അവരെ കംഫർട്ടബിൾ ആക്കിയിട്ട് കാഷ്വൽ ആയിട്ടുള്ള ടോക്കുകളൊക്കെ നടത്തുക. പഴയ വിഷയം തന്നെ എടുത്തിട്ട് വീണ്ടും പ്രശ്നങ്ങളും ചർച്ച ചെയ്യലും അത് ഒഴിവാക്കുക. പുതിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാഷ്വൽ മീറ്റ് നടത്തി അതിനുശേഷം
അവരെ വല്ലാണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യേണ്ട, ശല്യം ചെയ്യേണ്ട. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിങ്ങോട്ട് വിളിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു 90%. ഇനി എങ്ങാനും വിളിച്ചില്ല, 10%-ത്തിലെ ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, വിളിച്ചില്ലെങ്കിൽ നിങ്ങളൊരു ആഫ്റ്റർ 2 വീക്സോ 3 വീക്സോ കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വിളിക്കുക, എന്നിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പതിയെ അവർ ഹീലായിട്ടുണ്ടാവും, വീണ്ടും ആ പഴയ ട്രാക്കിലോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോഴേക്കും നിങ്ങൾ വളരെ വലിയ നല്ല ഒരു ആളായിട്ട് അങ്ങോട്ട് പെരുമാറല്ല വേണ്ടത്. അത് പലപ്പോഴും നിങ്ങളോടുള്ള അട്രാക്ഷനും ബഹുമാനവും റെസ്പെക്റ്റും ഇതൊക്കെ കളയാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നതാണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വ്യക്തിയെ വീണ്ടും തിരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. ആ പഴയ കെമിസ്ട്രിയും ആ പഴയ ഒരു ഇൻറ്റിമസിയും ഒക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ആഫ്റ്റർ 2 വീക്സിനോ 3 വീക്സിനോ ശേഷമുള്ള ആ വീണ്ടും മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഇടപഴകുന്നു, അങ്ങനെ പഴയ ട്രാക്കിലോട്ട് വന്ന് നിങ്ങൾ വീണ്ടും ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലോട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വേണം. നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ടിരിക്കണം. അല്ലാതെ എപ്പോഴും സാഡായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള തിങ്സാണ് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഐ മീൻ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് വരികയാണെങ്കിൽ, നെഗറ്റീവ് എന്നല്ല, ഒരു സങ്കടം വരികയാണെങ്കിൽ നിങ്ങൾ കരയണം. അപ്പോഴാണ് ആ ഇമോഷൻ പൂർണ്ണമായിട്ടും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് ഔട്ടായി പോവുക. നേരെ മറിച്ച് നിങ്ങൾ ഭയങ്കര സങ്കടമുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, കരയാതെ അത് പിടിച്ച് നിൽക്കും തോറും നിങ്ങൾക്ക് പ്രയാസങ്ങളാണ് കൂടുതലായിട്ടുണ്ടാക്കുക. അപ്പം അതുകൊണ്ട് എന്ത് ഇമോഷനാണോ വരുന്നത് അത് പതിയെ മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. പോസിറ്റീവ് തോട്ട്സൊക്കെ മനസ്സിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് വീണ്ടും അത് റീഅട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ചീറ്റിംഗ്. പക്ഷേ അത് ഒരു തിരിച്ചറിവുണ്ടായി, ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ, സപ്പോർട്ടിന് വേണ്ടി, പേഴ്സണൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഒരു 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗൈഡൻസിലൂടെ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് നമുക്ക് പരിഹരിച്ച് ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലൂടെ, നിങ്ങൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസിലൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആ ഒരു തോട്ടും ഇമോഷൻസും ഡിസിഷൻസും ഒക്കെ നമുക്ക് മാറ്റി നിങ്ങളോട് കൂടുതൽ ഒരു താല്പര്യമുള്ള രീതിയിലോട്ട് ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ അങ്ങോട്ട് പോയി വല്ലാണ്ട് ഫോഴ്സ് ചെയ്യണമെന്നോ, അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യണമെന്നോ, വിളിച്ച് സംസാരിക്കണമെന്നോ എന്നൊന്നുമില്ല. ബട്ട് നിങ്ങളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ, നിങ്ങളുടെ തോട്ടിൻ്റെ പവർ കൊണ്ട് നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ജെന്യൂനായിട്ട് നിങ്ങൾ ട്രൂ ആയിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട്, ഇനിയും ഉപദ്രവിക്കാനല്ല, അല്ലെങ്കിൽ ഇനിയും ചീറ്റ് ചെയ്യാനല്ല, നല്ല രീതിയിൽ സ്നേഹിക്കാനും കൂടെ നിർത്താനും ഒന്നിച്ച് സുഖമായിട്ട് ജീവിക്കാനുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ആ റിലേഷൻഷിപ്പിൽ ഇരിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും ഒക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സോറിയൊക്കെ പറഞ്ഞ് പതിയെ ഒന്ന് മീറ്റ് ചെയ്ത് പഴയ ട്രാക്കിലോട്ട് തന്നെ കൊണ്ടുവരിക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.